ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന പ്ലാവിൽ പോലും നമ്മൾ വെറുതെ ശ്രദ്ധിക്കാതെ പോയില്ല. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ സാബുനരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊരു 10 മിനിറ്റ് സമയം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഇതിൽ കൂടുതൽ റെഡിയാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അളവിന് അനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യട്ടോ. ഇത് നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു റെസിപ്പി റെഡിയാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരു 10 മിനിറ്റ് സമയം നമുക്കൊന്ന് സോക്ക് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ നേരത്തെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പ്ലാവിലയുണ്ടല്ലോ, ഇതുപോലെ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10 ഇലയോളം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മൂത്ത ഇല എടുക്കാതെ ഇതുപോലെ ചള്ളായിട്ടുള്ള ഇല എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഇലയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കട്ടാക്കി എടുക്കാൻ കഴിയും. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മിക്സിയുടെ ജാറാണ്. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ നമുക്ക് മുഴുവൻ ഇട്ടിട്ട് അരച്ചെടുക്കാം. അല്ലാതെ നമുക്കിത് പീസാക്കിയിട്ട് അരച്ചെടുക്കാം. മുഴുവനായിട്ട് ഇട്ടിട്ട് അരക്കുന്ന സമയത്ത് കുറച്ച് ടൈം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല മഷി പോലെ വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പ്ലാവിൽ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ചേർത്തത് കൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ടുള്ള നീര് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു വേസ്റ്റൊക്കെ ഇതിൽ നിന്ന് മാറ്റാം. നമുക്ക് ഇതിൻ്റെ ഈ ഒരു വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് വീടോളും. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചു കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വെള്ളം ഊറിയിട്ട് അടിയിലേക്ക് നമ്മുടെ ആ ഒരു നീര് കണ്ടില്ലേ കട്ടിയായിട്ട് തന്നെ ഉണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇല എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സേമിയ ആണ്. അപ്പോൾ ഏത് സേമിയ ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ല കട്ടിയുള്ളതാണെങ്കിലും അതുപോലെ നേരിയതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നല്ല തിന്നായിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു കുനാഫയൊക്കെ റെഡിയാക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു സേമിയാണ്. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഇത് പൊടിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാനൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം 1 കപ്പ് അളവോളം ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കൈ വെച്ചിട്ട് പ്രസ്സാക്കിയിട്ട് പൊടിച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നമ്മൾ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു കാഷ്യൂനട്ട്സ് ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന ടൈമിലേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കിസ്മിസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്തേക്ക് നമ്മൾ ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ അളവിൽ സേമിയ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സേമിയ കൂടി ഇട്ടിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വരുന്ന ടൈമിലേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു പാക്കറ്റ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു പാക്കറ്റ് പാല് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്തേക്ക് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അതിനു മുമ്പായിട്ട് നമ്മൾ ഇവിടെ നേരത്തെ
സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാബൂൻ അരി ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു വെള്ളത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് കുറച്ച് വെന്ത് കിട്ടാൻ കുറച്ച് ടൈമുണ്ട്, അതുകൊണ്ടാണ് ഇത് നമ്മൾ പാല് ഒഴിച്ച പാട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മുടെ ആ ഒരു പ്ലാവിലയുടെ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ പാലിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഒരു 10-20 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് മധുരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച് കുറുകി വരുന്ന ടൈമിലേക്ക് നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിലേക്ക് നമ്മുടെ പാലൊക്കെ നന്നായി തിളക്കുന്ന ടൈമിൽ 1 കപ്പ് അളവിൽ ഞാൻ ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു തവി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു സേമിയും അതുപോലെ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഇതിൽ നിന്ന് ജോയിനായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഒന്ന് മിക്സാക്കിയിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു പായസമൊക്കെ ഇറക്കാൻ നേരത്ത് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പായസമാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള പായസമൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണുള്ളത്? അപ്പം ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. നമ്മുടെ പ്ലാവിലേക്ക് നമ്മുടെ ശരീരത്തിലെത്തുന്നതും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.